നമ്മളെ നീറ്റ് കക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്മായി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തെങ്ങിനൊക്കെ കുമ്മായി ഇടുമല്ലോ. കുമ്മായി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നീറ്റ് കക്ക ഉൽപ്പാദിപ്പിക്കുന്ന സെൻറ്ററിലാണ് ഞാനിപ്പോൾ. കക്ക മേടിക്കാൻ വന്നതാണ്. വെള്ളക്കക്കയുണ്ട്, അത് വെള്ളക്കക്ക. അതിന് ഇത്തിരി ഗുണം കുറവാണ്, അതിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറവാണ്. ഇത് കറുത്തത്, ഇവരാണ് കാൽസ്യം കൂടുതൽ, പോഷകഗുണം കൂടുതലാണ്. ഇത് മുന്നേക്കെ ഈ തോട്ടി കൂടെയാണ് ഇവിടേക്ക് വഞ്ചിക്ക് കക്ക കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വഞ്ചിക്കാരെ കുറവും ഇതൊക്കെ ആയിട്ട് ഈ ഭാഗത്ത് വഞ്ചിക്ക് കക്ക വരവ് വളരെ കുറവാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവർ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കക്ക എടുത്തിട്ട് എയ്സിനോ വെച്ചാൽ ഏതെങ്കിലും വണ്ടിക്കാണ് ഇവിടേക്ക് കൊണ്ടുവരാം. ഇതാണ് കക്ക നീറ്റണ സ്ഥലം. ഇതാണ് കക്ക നീറ്റണ സ്ഥലം. ഇത് ഇവിടെ ഇതിപ്പോൾ 2 ലെയർ കക്കിയിട്ട്, ആദ്യം ഒരു കക്കിയിട്ട് അതിൻ്റെ മുകളിൽ കരിയിട്ട്, പിന്നെ ഒരു ലെയർ കക്കിയിട്ട് അതിൻ്റെ മുകളിൽ കരിയിട്ട്, അങ്ങനെ 2 ലെയറാക്കി ഇട്ടേക്കണം. ഇത് സെറ്റായി കഴിയുമ്പോൾ ഈ ഈത്തളും എന്നുവെച്ചാൽ കക്കയും കരികുണിയും കൂടി യോജിച്ചത് ഇത് ഈ കിണർ പോലെയുള്ള ഇതിലേക്ക് ഇവർ നിറയ്ക്കും. ഇത് നിറച്ചിട്ട് ഇവിടെ കണ്ട ഒരു ഡീസൽ എൻജിൻ, ഈ ഡീസൽ എൻജിൻ ഓണാക്കിയിട്ട് അത് ബ്ലോവറായിട്ട് സെറ്റ് ചെയ്തേക്കണം. ആ ബ്ലോവർ വഴി ഇതിനകത്ത് കംപ്ലീറ്റ് കക്ക ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ ഒരു സെൻറ്ററിലൊരു കുഴിയണ്ട, അതിൽ കൂടെ എയർ കൊണ്ടടിക്കും. എയർ അടിക്കുമ്പോൾ മുകളിലിട്ട് തീ കൊടുത്തു കഴിഞ്ഞാൽ ഈ കരിക്ക് തീ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മുഴുവൻ കരിയൊക്കെ അങ്ങോട്ട് കത്തി എരിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ കക്ക എന്തായി മാറും? നീറ്റ് കക്കയായി മാറും. ഒരു 2.5 മണിക്കൂറോളം ഇവർ എൻജിൻ ഓണാക്കി ബ്ലോവർ കൊടുക്കുന്നു പറഞ്ഞു. 2.5 മണിക്കൂറോളം തീയിടും. തീയിട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഇത് രാത്രിയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് ആൾക്കാർക്ക് പ്രശ്നമാവും. അത് കഴിഞ്ഞാൽ രാവിലെ ഇവർ ഇതേപോലെ പാക്ക് ചെയ്ത് വയ്ക്കും. 10 കിലോൻ്റെ ഒരേ ബാഗുകളാണിത്. ഒരു ബാഗിന് 140 റീറ്റെയിലായിട്ട് കൊടുക്കുന്നത്. നമ്മൾ കൂടുതൽ എടുക്കാനാണ് നമുക്ക് 130 തരുന്നുണ്ട്. ഇതാണ് നമ്മളുടെ നീറ്റ് കക്ക ഉൽപ്പാദിപ്പിക്കുന്ന രീതി.